ഓക്കെ ഗൈസ്, നമ്മുടെ ഐക്യുനിയോ 10 ഒരു റീൽസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ താഴത്ത് വന്ന കമന്റ് ആണ് എന്താണ് ഈ AnTuTu സ്കോർ എന്നുള്ളത്. അപ്പൊ എന്താണ് ഈ AnTuTu സ്കോർ? നമ്മൾ ഈ ഫോണൊക്കെ റിവ്യൂ ചെയ്യുമ്പോൾ എടുത്തു പറയാനുള്ള ഒരു കാര്യമാണ് AnTuTu സ്കോർ എന്നുള്ളത്. 8 lakh 1 million AnTuTu സ്കോർ എന്നൊക്കെ. പ്രത്യേകിച്ച് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫോൺ. ഈ 2025 കൂടുതലും പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടാണ് ഫോണുകൾ ഇറക്കുന്നത്. സോ ഈ AnTuTu സ്കോർ എന്താണെന്ന് അറിയേണ്ടത് ഇപ്പോൾ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള AnTuTu സ്കോർ എത്ര വേണം, എന്താണ് ഈ AnTuTu സ്കോർ എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. വീഡിയോയ്ക്ക് മുമ്പായിട്ട് ഇതുപോലുള്ള കൂടുതൽ കണ്ടന്റുകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് സ്റ്റാർട്ട്. ആക്ച്വലി ഒരു ഫോണിൻ്റെ 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് അതിനെ എല്ലാം ഓരോ ഭാഗത്തെയും ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന സ്കോറിൻ്റെ ടോട്ടൽ സമ്മാണ് AnTuTu സ്കോർ എന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം. ഈ AnTuTu എന്ന വാക്കിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, കാരണം അതൊരു ആപ്പിന്റെ പേരാണ്. ഒരു ചൈനീസ് കമ്പനി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആപ്പാണ് AnTuTu. ഇത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ല. നിങ്ങൾക്ക് ഗൂഗിളിൽ AnTuTu എന്ന് സെർച്ച് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിന്റെ AnTuTu സ്കോർ എത്രയാണെന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം പറയാം, ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫോൺ ഹീറ്റ് ആവും. അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. അത്ര ഹെവി ടാസ്ക് ആയിരിക്കും അത് ഫോണിനെ കൊണ്ട് ചെയ്യുന്നത്, കാരണം ഫോണിന്റെ ഓരോരോ ഭാഗങ്ങളും അത് ചെക്ക് ചെയ്തിരിക്കും. സോ ഫോൺ സ്വാഭാവികമായിട്ട് ഹീറ്റ് ആവും. നിങ്ങൾക്ക് അത് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഈ AnTuTu സ്കോർ ഈ 4 ഭാഗമായിട്ടാണ് തിരിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ആയിട്ട് ഇത് ചെക്ക് ചെയ്ത് നമ്മുടെ CPU ആണ്. CPU എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ പണ്ട് ക്ലാസ്സിലൊക്കെ പഠിച്ച പോലെ കമ്പ്യൂട്ടറിന്റെ തലച്ചോറാണ് CPU. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫോണിന്റെ പ്രോസസ്സറാണ് ഇതിന്റെ CPU. നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ ചിപ്പ്, മീഡിയടെക്കിന്റെ ചിപ്പ് ഇതൊക്കെ പറയില്ല. അതിന്റെ പെർഫോമൻസ് ആണ് ആദ്യമായിട്ട് ഇത് ചെക്ക് ചെയ്യുന്നത്. ഈ CPU ആണ് നമ്മളെ ഫോണിന്റെ നോർമൽ ഡേ ടു ഡേ ടാസ്കുകൾ മാനേജ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഫിംഗർ പ്രിന്റ് വെക്കുമ്പോൾ ഒരു ഫോൺ ഫസ്റ്റ് ആയിട്ട് എടുത്തിട്ട് ഫിംഗർ പ്രിന്റ് ഒക്കെ ഫോൺ ആക്കുന്നത് വരുന്നതും നിങ്ങൾ ഓരോ ഭാഗത്ത് ടച്ച് ചെയ്യുമ്പോൾ അത് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഈ CPU ആണ്. വോളിയം ഡൗൺ അങ്ങനത്തെ നോർമൽ ആയിട്ടുള്ള എല്ലാ ടാസ്കുകളും കൺട്രോൾ ചെയ്യുന്നത് ഈ CPU ആണെന്ന് പറയും. അപ്പൊ ഇതിന്റെ സ്പീഡ് എത്രയാണെന്ന് ആദ്യം ഈ AnTuTu ചെക്ക് ചെയ്യും. അതിനൊരു സ്കോർ ഇടും. രണ്ടാമതായിട്ട് ഇത് ചെക്ക് ചെയ്യാൻ പോകുന്നത് GPU ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗ്രാഫിക്കൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഗ്രാഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ലോഡ് ചെയ്യാനും അതിന്റെ പ്രോസസ്സിംഗുമാണ് മെയിനായിട്ട് ഈ GPU യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഗെയിം നിങ്ങളൊരു BGMI ഓപ്പൺ ആക്കുകയാണെങ്കിൽ അത് ഗ്രാഫിക്സ് ഓറിയന്റഡ് ആയിട്ടുള്ള ഗെയിമാണ്. അതിന്റെ ഗ്രാഫിക്സ് ഒക്കെ പെട്ടെന്ന് ലോഡാക്കി തരുന്നതൊക്കെ ഈ GPUവിന്റെ പണിയാണ്. സോ അത് GPUവിന് മാക്സിമം ടെസ്റ്റ് ചെയ്യും. അതിന്റെ ടെസ്റ്റുകളാണ് നിങ്ങൾ ഈ AnTuTu ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് 3D വർക്കുകളൊക്കെ ഇങ്ങനെ മാഞ്ഞു പോകുന്നത്, കുറെ വീഡിയോ പ്ലേ ആവുന്നതൊക്കെ അതൊക്കെ അതിന്റെ GPU ടെസ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സോ GPU കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഫോണിന്റെ അതായത് മെമ്മറി പാർട്ടാണ്. മെമ്മറി പാർട്ട് എന്ന് പറയുമ്പോൾ 2 സെക്ഷൻ ഉണ്ട്, റാമും റോമും. റോം എന്ന് വെച്ചാൽ അഥവാ ഇന്റേണൽ സ്റ്റോറേജ്, നമ്മുടെ 128 GB 512 GB ഒക്കെ വരുന്ന ഇന്റർണൽ സ്റ്റോറേജ്, അതിന്റെ സ്പീഡ്. അതാണ് നമ്മൾ സാധാരണ ഫോണൊക്കെ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് UFS 3.1 4.0 എന്നൊക്കെ പറയുന്നത്. ഈ 4.0 ആകുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കും. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഇന്റർണൽ മെമ്മറിയാണ് നമ്മൾ ആപ്പ് ഒക്കെ സേവ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഈ ആപ്പ് ഓപ്പൺ ആക്കി തരുന്നതിന്റെ സ്പീഡ് ഈ ഇന്റർണൽ മെമ്മറിയുടെ സ്പീഡിനനുസരിച്ചിരിക്കും. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു മെമ്മറിയാണ് റാം. നമ്മൾ 6 GB 8 GB. ഇതിന്റെ പ്രധാന ജോലി എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു 10 ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട്, ഒരു ഗാലറി ആപ്ലിക്കേഷനും ക്യാമറ ആപ്ലിക്കേഷനും മറ്റൊക്കെ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് തിരിച്ച് മറ്റൊരു ഫസ്റ്റ് തുറന്ന ആപ്ലിക്കേഷനിലേക്ക് പോകുമ്പോൾ അത് അവിടെ തന്നെ വേണ്ടേ. നിങ്ങൾ എവിടെയാണോ തുറന്നു വെച്ചത് അതേ ഭാഗത്ത് തന്നെ ലോഡാക്കി തരുന്നത് ഈ റാമാണ്. അതായത് നിങ്ങൾ ഓരോ ആപ്പ് ഓപ്പൺ ആക്കി ഇടുമ്പോൾ ഈ ഫോൺ ചിന്തിക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യത്തിന് എടുക്കേണ്ട ആപ്പുകളാണെന്നാണ്. അപ്പോൾ അതെന്താ ഈ റാമിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇന്റർണൽ മെമ്മറിയേക്കാൾ ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറിയാണ് റാം എന്ന് പറയുന്നത്. പെട്ടെന്ന് ഓപ്പൺ ആയി വരാൻ വേണ്ടിയിട്ട് റാമിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ സ്പീഡും ഇവർ കാൽക്കുലേറ്റ് ചെയ്യും. LPDDR 4x റാം 5x റാം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 5x റാം ആകുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കും. ഈ പറഞ്ഞ റാമും റോമും അതായത് ഇന്റർണൽ മെമ്മറിയുടെ കൂടി സ്പീഡ് ചെക്ക് ചെയ്തിട്ട് ഒരു സ്കോർ അവർ ഇടും. അതാണ് ഈ MEM എന്ന ഭാഗത്ത് കാണുന്ന സ്കോർ. ഓക്കെ, ഇനി അടുത്ത പാർട്ടാണ് ഒരു നോർമൽ യൂസറെ സംബന്ധിച്ച് പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു സ്കോർ എന്ന് പറയുന്നത് UX, അതായത് യൂസർ എക്സ്പീരിയൻസ് സ്കോർ എന്നാണ് ഇതിനെ ടോട്ടലായിട്ട് പറയുന്നത്. അതായത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾ ഫോൺ ആപ്പ് യൂസ് ചെയ്യുമ്പോഴും പിന്നെ ഇൻസ്റ്റാഗ്രാം ഒക്കെ തോണ്ടി നോർമൽ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൽ ലാഗോ ഷട്ടറോ അല്ലെങ്കിൽ ബഗ്ഗുകളോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല. ഈ നോർമൽ ആയിട്ടുള്ള ഒരു ഫോണിന്റെ പ്രവർത്തനം എങ്ങനെയുണ്ടെന്ന് വിലയിരുത്തുന്നതാണ് ഈ UX സ്കോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ 4 ഘടകങ്ങളെയും കൂടി ടോട്ടൽ സ്കോറാണ് ഒരു ഫോണിന്റെ AnTuTu സ്കോർ എന്ന് പറയുന്നത്. ഒരേ പ്രോസസ്സറുള്ള ഫോണുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള AnTuTu സ്കോർ എന്തുകൊണ്ട് വരുന്നത് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് പിടികിട്ടിയാണ്. ഇത്രയേ ഉള്ളൂ AnTuTu സ്കോർ എന്ന്
പറയുന്നത്. സോ ഒരു 8 to 10 lakh വരെയുള്ള AnTuTu സ്കോർ എന്ന ഒരു നോർമൽ യൂസർക്ക് ഡേ ടു ഡേ ടാസ്കുകളൊക്കെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ അത്രയും ധാരാളമാണ്. ഇനി ഒരു ഗെയിമിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫോണാണ് നിങ്ങൾ എടുക്കുന്നത്, ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നിങ്ങൾ ഒരു 1 million മേലേക്ക് AnTuTu സ്കോർ വരുന്ന ഗെയിം ഫോൺ എടുക്കാൻ സാധിക്കും. എങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ FPS കളിക്കാൻ പറ്റുള്ളൂ. 90 FPS BGMI കളിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം AnTuTu സ്കോർ ഉള്ള ഫോണായിരിക്കും ഉണ്ടാവുക. ബാക്കിയുള്ളതിന് കിട്ടും, പക്ഷെ അത്ര സ്മൂത്ത്നെസ് കിട്ടില്ല. AnTuTu സ്കോർ കൂടുന്നതിനനുസരിച്ച് ഈ GPU CPU ഒക്കെ പെർഫോമൻസ് കൂടുന്നതിനനുസരിച്ച് നിങ്ങളെ ഗെയിം പ്ലേയിലും നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടും. ഓക്കെ, സോ ഈ വീഡിയോയുടെ നിങ്ങൾക്ക് AnTuTu സ്കോർ എന്താണെന്ന് കംപ്ലീറ്റ്ലി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.